നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പശ്ചിമബംഗാൾ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പിടിച്ചെടുത്തത് 1027.13 കോടി രൂപയുടെ വസ്തുക്കൾ. രണ്ട് സംസ്ഥാനങ്ങളിലുമായി പണമിനത്തിൽ 127.67 കോടി രൂപ പിടിച്ചെടുത്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ്കുമാർ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ രണ്ട് സംസ്ഥാനങ്ങളിലുമായി പിടിച്ചെടുത്ത വസ്തുക്കളുടെ മൂല്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളിലുമായി 1027.13 കോടി രൂപയുടെ വസ്തുക്കൾ പിടിച്ചെടുത്തതായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഇതിൽ മദ്യമുണ്ട്, മയക്കുമരുന്നുകളുണ്ട്, അതോടൊപ്പം തന്നെ പണമടക്കമുള്ള വസ്തുക്കൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബംഗാളിൽ നിന്ന് 472.89 കോടി രൂപയുടെ വസ്തുക്കളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിലാകട്ടെ 591.24 കോടി രൂപയുടെ ആ വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ട് സംസ്ഥാനങ്ങളുമായി പണമിനത്തിൽ 127 കോടി രൂപയോളമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ മയക്കുമരുന്ന് 100 കോടി രൂപയിലധികമുള്ള മയക്കുമരുന്നുകളും അതുപോലെ തന്നെ മദ്യമടക്കം ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധനകൾ ഈ സംസ്ഥാനങ്ങളിൽ നടക്കുകയാണെന്ന് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. നാളെയാണ് ഇരു സംസ്ഥാനങ്ങളിലും പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമാണെങ്കിൽ ബംഗാളിൽ 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. നാളെ ആദ്യഘട്ടം ബംഗാളിൽ നടക്കാൻ പോകുന്നു. അതിന് മുൻപായിട്ടാണ് ഇതുവരെ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ച വസ്തുക്കളുടെ വിവരങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ദിലീപ് കുമാർ, നാളെ ബൂത്തിലേക്ക് പോകുന്ന തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്ന് 1027.13 കോടി രൂപയുടെ വസ്തുക്കൾ പിടിച്ചെടുത്തു. പണം ഇനത്തിൽ 127.67 കോടി രൂപയും പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.